എന്താ രാമേട്ട? പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. തീ കൊണ്ടാ കുഞ്ഞ് കളിക്കുന്നത്. അറിയാൻ രാമേട്ട, പക്ഷേ മനസ്സെന്നൊരു സാധനം ഉണ്ടായിപ്പോയില്ലേ? കൊച്ചമ്മയുമായി ഡാനിയൽ സാറ് പിണക്കത്തിലാണെന്ന് അറിഞ്ഞൂടെ കുഞ്ഞിന്? പക്ഷേ ഞങ്ങൾ തമ്മിൽ അടുക്കാനും പരസ്പരം സങ്കടങ്ങൾ പറയാനും അത് തടസ്സാവേണ്ട കാര്യമില്ലല്ലോ. ഓർത്തിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. പേടി എനിക്കുണ്ട്. പക്ഷേ ആ പേടിയേക്കാൾ എനിക്ക് പ്രധാനം അന്നമ്മ ചേച്ചിയുടെ കണ്ണീരാണ്. പ്രസാദ് സാറോ? സുഖമാണോ സാറേ? ഓ, സുഖമായിരിക്കുന്നു. നിങ്ങൾക്ക് സുഖമാണോ? ആ, ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോന്നു. ശരി എന്നല്ല. അല്ല, ആരാ ഇത്? ഒരു പഴയ മുഖം. എനിക്കങ്ങനെ തോന്നുന്നില്ല. എല്ലാം പഴയതാവും, ഒടുവിൽ മറക്കപ്പെടുകയും ചെയ്യും. എല്ലാം മറക്കപ്പെടില്ല. ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടത് നാം ഓർമ്മയിൽ സൂക്ഷിക്കുക തന്നെ ചെയ്യും. എത്ര കാലം? എത്ര കാലം വേണമെങ്കിലും. അല്ല, എന്താ സംസാരത്തിൽ ഒരു നിരാശയുടെ ഛായ? പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഒരു ശൂന്യത വന്ന് നിറഞ്ഞതുപോലെ, വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ. ഇവിടെയായിരുന്നപ്പോൾ എന്തോ ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്തിരുന്നു. ഇവിടുത്തെ തുല്യദുഃഖിതരായ അന്തേവാസികളുടെ സാന്നിധ്യം, പിന്നെ ഡോക്ടറുടെ സാന്ത്വനം, ഒറ്റയ്ക്കാകാൻ എന്നെ അനുവദിക്കാത്ത സ്നേഹത്തിൻ്റെ വാക്കുകൾ. അതൊന്നും ഇന്ന് എൻ്റെ കൂടെ ഇല്ലല്ലോ. യോഗയും ധ്യാനവും ഒക്കെ നിർത്തിയോ? ഇല്ല, തുടരുന്നുണ്ട്. പക്ഷേ ഗുരു നഷ്ടപ്പെട്ട ശിഷ്യന്റെ അവസ്ഥയാണെന്ന് മാത്രം. ഗുരുനാഥൻ നമ്മുടെ കൂടെ തന്നെയുണ്ട് പ്രസാദ്. ഒരിക്കലും അദ്ദേഹം നമ്മളെ ഉപേക്ഷിക്കില്ല. ആട്ടെ, വീട്ടിലെന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവർക്കും സന്തോഷായില്ലേ? വളരെ. കുട്ടികൾ വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും അവരുടെ ചെറിയച്ഛനായി എന്നെ അംഗീകരിച്ചു. ഇപ്പോ അവർക്കെന്നെ ഭയമില്ല. പിന്നെ വേറെന്താ വാർത്ത? എന്താ പ്രസാദ്? നല്ലൊരു വാർത്തയുണ്ട്. സുമിത്ര മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോകുന്നു. ആരാ ഇക്കാര്യം പ്രസാദിനോട് പറഞ്ഞേ? ശങ്കരി സാർ. പിന്നെ സുമിത്രയോട് നേരിട്ട് തന്നെ ചോദിച്ചു. സുമിത്ര എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. പക്ഷേ സുമിത്രയുടെ മൗനം കൊണ്ട് ഞാൻ ഊഹിച്ചു. പ്രസാദിന്റെ ഊഹം ശരിയാ. ഒക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പോ ഈ വാർത്ത അറിയുന്ന ഏറ്റവും ഒടുവിലത്തെ ആളാണ് ഞാൻ, അല്ലേ? പക്ഷെ ഡോക്ടർക്കെങ്കിലും എന്നോടൊന്ന് പറയാമായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയില്ലേ? ഒരു ദീർഘയാത്ര കഴിഞ്ഞു വന്ന് ഒരു രോഗിയെപ്പറ്റി ഞാൻ സൂചിപ്പിച്ചത്. അന്ന് പ്രസാദ് എന്നോട് ചോദിച്ചു, ആരാ രോഗിയെന്ന്. സത്യത്തിൽ അത് പ്രസാദ് തന്നെയായിരുന്നു. പ്രസാദിന് വേണ്ടി ചെയ്ത യാത്രയായിരുന്നു അത്. സുമിത്രയും ശങ്കർജി സാറിനെ ഞാൻ ചെന്ന് കണ്ടു. ഒരിക്കലല്ല, 2 വട്ടം. ദിലീപിനെ പോലും കണ്ടു, സംസാരിച്ചു. സുമിത്ര മരിച്ചുവെന്ന് പ്രസാദിന്റെ തെറ്റിദ്ധാരണ നീക്കാൻ ആവുന്നത്ര ഞാൻ പരിശ്രമിച്ചു. ഒന്നുകിൽ സുമിത്ര ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് പ്രസാദിനെ സത്യം ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ പ്രസാദിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി സുമിത്രയെ കാണിക്കുക. പക്ഷേ രണ്ടും നടന്നില്ല. മാത്രമല്ല, അപ്പോഴേക്കും സുമിത്ര പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണെന്നും അറിഞ്ഞു. അപ്പോഴെനിക്ക് തോന്നി, പ്രസാദ് വിശ്വസിക്കുന്നു എന്തോ ആ വിശ്വാസം തുടരുന്നതാണ് നല്ലതെന്ന്. സോറി ഡോക്ടർ,
ഡോക്ടർ മനസ്സിലാക്കാതെയാണ് ഞാൻ സംസാരിച്ചത്. ആരെയും ഞാൻ മനസ്സിലാക്കുന്നില്ല. ഏയ്, അങ്ങനെയൊന്നും സംസാരിക്കരുത് പ്രസാദ്. മറ്റാരേക്കാളും പ്രസാദ് എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പ്രസാദിനെ ഞാനും. ഒരു സത്യം പറയട്ടെ, എനിക്ക് നേരിയൊരു ഭയം ഉണ്ടായിരുന്നു. സുമിത്രയുടെ പുതിയ തീരുമാനം പ്രസാദിന് വല്ലാത്തൊരു ഷോക്കിംഗ് ആയേക്കുമെന്ന്. ഡോക്ടർ ആദ്യം പറഞ്ഞതുപോലെ ഓർമ്മിക്കപ്പെടേണ്ടതൊന്നും മറക്കാൻ കഴിയില്ല. സുമിത്രയൊത്തുണ്ടായിരുന്ന കഴിഞ്ഞ കാലം എനിക്ക് മറക്കാൻ കഴിയില്ല. പക്ഷേ സുമിത്രയുടെ പുതിയ തീരുമാനം, പുതിയ ജീവിതം, അതിനൊരിക്കലും ഞാൻ വിലങ്ങുനടിയാവില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ സുമിത്ര കൊണ്ട് എത്തിച്ചത് ഞാൻ തന്നെയാണല്ലോ. അവൾക്ക് നല്ല വരണം, അതെനിക്ക് ആഗ്രഹമുള്ളൂ. അതൊക്കെ പോട്ടെ, കേസിന്റെ കാര്യങ്ങൾ എവിടം വരെയായി? പ്രതി ആരാണെന്ന് ഏകദേശം മനസ്സിലായി. ആരാ? മുരുകൻ. മുരുകനോ? അതെ. അവൻ എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി ഈ ക്രൂരത ചെയ്തു എന്നാണ് പിടികിട്ടാത്തത്. വിരലടയാളം അവന്റേതാണെന്നറിഞ്ഞതും അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. മുരുകൻ അവന് വേണ്ടി ഒരിക്കലും അത് ചെയ്യില്ല. ഈ നഴ്സിംഗ് ഹോം തകർത്തിട്ട് അവനെന്ത് ലാഭം? പിന്നെന്തിനു വേണ്ടി? വാട്ട് വാസ് ഹിസ് ഇന്റൻഷൻ? ഇന്റൻഷൻ മറ്റാർക്കെങ്കിലും ആണെങ്കിലോ? മുരുകൻ വെറും ആയുധം മാത്രമാണെങ്കിലോ? പ്രസാദ് എന്താണ് ഉദ്ദേശിക്കുന്നത്? പറയൂ, എന്താ പ്രസാദ് പറഞ്ഞതിന്റെ അർത്ഥം? ഹേ, ഒന്നുമില്ല. എന്താ സർ, അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? ആ വാ. പ്രേം എന്നോട് സംസാരിച്ചിരുന്നു. ദിലീപിനെ കുറിച്ച് എനിക്കെന്തോ തെറ്റിദ്ധാരണ ഉണ്ടായി കാണുമെന്ന് പ്രേമിനോട് പറഞ്ഞു അല്ലേ? ഉവ്വ്. സത്യത്തിൽ സാറിന് മുമ്പ് നിൽക്കാൻ പോലും എനിക്ക് ജാള്യതയുണ്ട്. അത്ര തരംതാണ പെർഫോമൻസ് ആയിരുന്നു എൻ്റെ അളിയന്മാർ അന്നിവിടെ നടത്തിയത്. എവിടേക്കാണ് വന്നിരിക്കുന്നതെന്നറിയാതെ, ആരോടാണ് സംസാരിക്കുന്നതെന്ന ബോധമില്ലാതെ അവരവരുടെ സംസ്കാരം കാണിച്ചു. സാർ എന്നെ വിചാരിച്ച് അതൊക്കെ മറക്കണം. ആ പറഞ്ഞതൊക്കെ അവരുടെ മാത്രം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമായിരുന്നു. സ്ത്രീധന കാര്യത്തെപ്പറ്റി ഞങ്ങൾ തമ്മിൽ യാതൊരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല. ഇരിക്കെ. ദിലീപ് കരുതുന്നത് പോലെ എനിക്ക് ദിലീപിനെ പറ്റി യാതൊരു തെറ്റിദ്ധാരണയുമില്ല. എങ്കിലും അവരങ്ങനെ ചില കണ്ടീഷൻസ് വെച്ചപ്പോൾ സ്വാഭാവികമായും സാറല്ല ആരായാലും മറ്റൊരാൾ അതങ്ങനെ വ്യാഖ്യാനിക്കും എന്നെനിക്കറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ദൂരത്തുകൂടി പോലും അങ്ങനെ ഒരു ധാരണ കടന്നു പോയില്ല. ആ രണ്ടുപേരെ ഞാൻ ആ ദിവസമല്ലാതെ അതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെയാണോ എനിക്ക് ദിലീപിനെ മനസ്സിലാക്കാൻ എനിക്ക് മറ്റാരുടെങ്കിലും സർട്ടിഫിക്കറ്റ് വേണോ? അളിയന്മാരെ പോലെ തന്നെ പെരുമാറി. അവരുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ അവർ പറഞ്ഞതിലും തെറ്റൊന്നുമില്ലല്ലോ. ഈ സമൂഹത്തിൽ ഇല്ലാത്തതൊന്നുമല്ലല്ലോ അവർ ചോദിച്ചത്. പക്ഷേ ഞാനത് ആഗ്രഹിക്കുന്നില്ല, ആലോചിക്കുന്നു പോലുമില്ല. സ്ത്രീധനമായിരുന്നു പ്രധാനമെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ അത് സംഘടിപ്പിക്കാമായിരുന്നു. അളിയന്മാരോ സഹോദരിമാരോ ചൂണ്ടിക്കാണിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാമായിരുന്നു. കഴുത്തിലും കയ്യിലും നിറയെ സ്വർണവും
ഭേദപ്പെട്ട ബാങ്ക് ബാലൻസുമായി ഒരുപാട് പ്രപ്പോസൽ ചുറ്റുമുണ്ട്. അവർ കൊണ്ടുവന്നത് ഒന്നും ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. അതിൻ്റെ ഒരു നീരസവും അവരുടെ ഉള്ളിലുണ്ട്. ദിലീപ്, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടിയെ സ്നേഹിക്കാൻ മനസ്സുള്ള ഒരാൾ, അവൾക്ക് ഇനിയെങ്കിലും ഇത്തിരി സമാധാനം, ജന്മസിദ്ധമായ സാഹിത്യവാസന മുരടിച്ചു പോകാത്ത ഒരു അന്തരീക്ഷം, ഇത്രയും കിട്ടുന്നതിന് വേണ്ടി ഏതുപാധിയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കുള്ളതെല്ലാം എൻ്റെ 2 മക്കൾക്കുള്ളതാണ്. അതിനൊരു സംശയവും വേണ്ടെന്ന് ദിലീപ് അളിയന്മാരോട് പറയും. എന്തിന്? ഈ ബന്ധത്തിൽ അവർക്കൊരു റോളുമില്ല സർ. ചില്ലി പൈസ പോലും എണ്ണി പറഞ്ഞാണ് അവരെൻ്റെ പെങ്ങന്മാരുടെ ഉടമസ്ഥരായത്. പക്ഷേ എനിക്ക് സുമിത്രയുടെ ഉടമസ്ഥനാവണ്ട സർ. സുഹൃത്തായ മതി. അതുകൊണ്ട് ഒരപേക്ഷയുണ്ട്. ഇനി നമ്മുടെ സംഭാഷണത്തിൽ സ്ത്രീധനം കടന്നു വരാൻ പാടില്ല. ദിലീപിനറിയോ, സുമിത്രയ്ക്ക് മാന്യമായ ഒരു ഉദ്യോഗം ഉണ്ടായിട്ടും ആവശ്യത്തിന് സ്വർണം കൊടുത്തിട്ടും അതുപോരാ, ക്യാഷും വേണമെന്ന് ചോദിച്ചു വാങ്ങിയവനാണ് പ്രസാദ്. എല്ലാം കണക്ക് പറഞ്ഞു വാങ്ങിയിട്ട് പകരം അയാൾ അവൾക്ക് കൊടുത്തത്. അതൊക്കെ മറക്കണം സർ. എല്ലാം കഴിഞ്ഞു പോയില്ലേ? ആ, ഒന്ന് പറയാൻ മറന്നു. പ്രസാദ് എന്നെ കാണാൻ വന്നിരുന്നു. എന്തിനാ അയാൾ വന്നത്? എല്ലാം അറിഞ്ഞിട്ടാണ് വന്നത്. ആളാകെ മാറിയിരിക്കുന്നു. വളരെ ശാന്തനായിരിക്കുന്നു. മംഗളാശംസകൾ നേർന്നിട്ടാണ് തിരിച്ചു പോയത്. ഇവിടെ വന്നപ്പോ എന്റെ മുമ്പിൽ മാന്യൻ, നിന്റെ മുമ്പിലും മാന്യൻ, കുമ്പസരിച്ച് പരിശുദ്ധൻ എന്ന സർട്ടിഫിക്കറ്റ് നേടി. അങ്ങനെയുള്ളവൻ എന്തിനാണ് ഇവിടെ നിന്ന് നേരെ ദിലീപിനെ കാണാൻ പോയത്? അപ്പോ നിന്റെയും എന്റെയും മുമ്പിൽ കാണിച്ചതൊക്കെ വെറും പ്രകടനം, അഭിനയം അല്ലേ? അയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ സൂത്രശാലി ഉണ്ടെന്നല്ലേ അതിനർത്ഥം? പ്രസാദേട്ടൻ ദിലീപിനോട് മാന്യത വിട്ട് പെരുമാറിയെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. പക്ഷേ നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു എന്നറിഞ്ഞ ശേഷവും അയാൾ എന്തിന് ദിലീപിനെ പോയി കാണണം? എന്താണ് അയാൾക്ക് ദിലീപിനോട് സംസാരിക്കാനുള്ളത്? ഇതേ ദിലീപിനെയും നിന്നെയും ചേർത്തല്ലേ അയാൾ കള്ളക്കഥകൾ ഉണ്ടാക്കിയത്, വീടൊരു നരകമാക്കിയത്. പിന്നെ പെട്ടെന്ന് ദിലീപിനോട് അടുപ്പം തോന്നാൻ എന്താ കാരണം? അയാളുടെ ഉദ്ദേശം ശുദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല സുമിത്രേ. നിനക്ക് തോന്നുന്നുണ്ടോ ദിലീപ് നിന്നെ വിവാഹം ചെയ്യുന്നതിൽ അയാൾക്ക് വിഷമമില്ലെന്ന്? പ്രസാദേട്ടന്റെ സംസാരത്തിൽ നിന്നും എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. പഴയ പ്രസാദേട്ടനെ എനിക്ക് മനപ്പാടമാണ്. പക്ഷേ ഇപ്പൊ ഞാൻ കണ്ട മനുഷ്യൻ ആകെ മാറിയിരിക്കുന്നു. മാറ്റം. ഒരു കുപ്പായം മാറ്റി മറ്റൊന്ന് അണിയുന്നത് പോലെ അല്ല ഒരു വ്യക്തിയുടെ സ്വഭാവം മാറുന്നത്. അത് നീ ആദ്യം മനസ്സിലാക്കണം. 6 മാസം കൊണ്ടോ 6 വർഷം കൊണ്ടോ ഒരു നീചൻ ഉത്തമനാവണമെന്നില്ല. കഥയിൽ നമുക്ക് അങ്ങനെ ഒരു തീർപ്പ് കൽപ്പിക്കാം നമ്മുടെ സൗകര്യത്തിന്. പക്ഷെ കഥയല്ല ജീവിതം. നിരാശനാണ് പ്രസാദ്. കുറ്റങ്ങൾ സ്വയം സമ്മതിച്ചുകൊണ്ടുള്ള ഈ 2ാം വരവ് നല്ല ലക്ഷ്യത്തോടെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ മനസ്സിൽ നിന്നും ഒരല്പം അനുകമ്പ നേടാൻ കഴിഞ്ഞാൽ അത്ര മതി അയാൾക്ക് ബാക്കി കരിക്കൽ നീക്കാൻ. ദിലീപിന്റെ മുമ്പിലും ഒരുപക്ഷെ ഇതേ പശ്ചാത്താപത്തിന്റെ മുഖമായിരിക്കും അയാൾ കാട്ടിയിരിക്കുക. ദിലീപിന്റെ മനസ്സിൽ പ്രസാദിനോട് സിമ്പതി ഉണ്ടായാൽ അത് അപകടമാണ് മോളെ.